ഹലോ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്കാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഞാൻ 3 എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഗുണമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എൻ്റെ പൾപ്പ് എടുത്ത് മിക്സിയിലൊന്നിട്ട് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം പാഷൻ ഫ്രൂട്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും ഫൈബറും എന്നിവ അടങ്ങിയിട്ടുള്ളൊരു പഴമാണ് കേട്ടോ. അപ്പം ഇതിന് പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയരോഗം സംരക്ഷിക്കാനും ഒക്കെ കഴിയും കേട്ടോ. അപ്പം നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് തന്നെയാണ്. അപ്പം ഇതൊക്കെ നല്ലൊരു ഉന്മേഷത്തിന് സഹായിക്കുന്ന ഡ്രിങ്കാണ്. നമ്മളിൻ്റെ പൾപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം 3 നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. അപ്പം മിക്സിയിലിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ഒരു 2-3 വട്ടം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമുക്ക് തരികളൊക്കെ കാണുമല്ലോ, നമുക്കതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മളൊരു നല്ല രീതിയിൽ നമ്മൾ അതിനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു കേട്ടോ. അപ്പം ചിലതിനകത്തൊക്കെ ചെറിയ പുളികളൊക്കെ കാണും കേട്ടോ. ഇത് നല്ല ഡ്രിങ്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് പഞ്ചസാരയും കൊണ്ട് അത് ആഡ് ചെയ്യുക കേട്ടോ. ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടിലെ നാരുകളൊക്കെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഉറക്കം മെച്ചപ്പെടുത്തുന്നതിനും കഴിവുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. പിന്നെ കൂടാതെ തന്നെ ചർമ്മത്തിനും പിന്നെ കണ്ണുകൾക്കുമൊക്കെ ആരോഗ്യം നിലനിർത്താനും ഇതിന് നമുക്ക് സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. പിന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ നല്ല ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമ്മളത് അരിച്ചിട്ട് ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാടാണ്, നിരവധിയാണ് കേട്ടോ. അതായത് നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് പറ്റിയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമ്മളത് ഗ്ലാസ്സിലോട്ടൊന്ന് മാറ്റുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. അപ്പം 3 ഫ്രൂട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പം വീട്ടിലെ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടോ വെറുതെ കളയേണ്ട, അത് നമുക്ക് ഡ്രിങ്ക് ഉണ്ടായി കഴിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഉന്മേഷവും കിട്ടും. നമ്മളുടെ ഓരോ ചർമ്മത്തിനായിരുന്നാലും കണ്ണിനാലും നമുക്ക് ഒരുപാട് ഗുണം തരുന്നൊരു പഴമാണ്. ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. അപ്പം രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കും. ചർമ്മ പ്രശ്നങ്ങൾക്കും പറ്റിയൊരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ പറയുക കേട്ടോ. നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.